Hello guys, എല്ലാവർക്കും TechTalks ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇത് നമ്മുടെ എഡിറ്റ് ലൈക്ക് എ പ്രോ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ വീഡിയോനകത്ത് നമ്മൾ എക്സ്പോഷർ എന്താ, കോൺട്രാസ്റ്റ് എന്താ എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു. സോ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സൗണ്ടിന് നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട, ഒന്ന് ക്ഷമിക്കണം. അതായത് ചെറിയൊരു കോൾഡ് വന്നു, അതുകൊണ്ട് തന്നെ ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. സോ സൗണ്ടിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കാര്യമാക്കണ്ട. ഞാൻ ജസ്റ്റ് വീഡിയോ നമുക്ക് എന്തായാലും ടൈമിൽ അപ്ലോഡ് ചെയ്യണമല്ലോ. അതായത് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണതിൽ കാര്യമല്ലോ. അപ്പോൾ നമുക്ക് ഈ സീരീസ് എന്തായാലും എത്രയും പെട്ടെന്ന് തീർക്കണം. ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നുള്ളത് നമുക്ക് ഇൻട്രോ കഴിഞ്ഞിട്ട് പറയാം. സോ ഇന്നത്തെ വീഡിയോയിൽ അഡോബി ലൈറ്റ്റൂം മൊബൈലിലെ എഡിറ്റ്, അതായത് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പാനലിനകത്ത് ഒരു ഫോട്ടോക്കകത്ത് നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഷാഡോസും ഹൈലൈറ്റ്സും. സോ ഷാഡോസും ഹൈലൈറ്റ്സും എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടൂളായിരിക്കും, പക്ഷേ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല. സോ ആദ്യം തന്നെ ഈ ഷാഡോസ് എന്താ, ഹൈലൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഒരേ സമയത്ത് തന്നെ നമുക്ക്, അതായത് ഇത് ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഒരേ ടൈമിൽ ഇത് രണ്ടിനെ പറ്റിയിട്ടും പറഞ്ഞിട്ട് പോവാം. സോ ഞാൻ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോസിൽ ഈ രണ്ട് സെറ്റിങ്സ് വെച്ച് മാത്രം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷാഡോസും ഹൈലൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സോ ഒരു ഫോട്ടോയ്ക്കകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടാവും, അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടാവും. ഈ ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയൻസിനെ നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയും. ഹൈലൈറ്റ്സ് എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ലൈറ്റ് കൂടുതൽ കിട്ടിയിട്ടുള്ള റീജിയൻസ് ആണ് നമ്മുടെ ഹൈലൈറ്റ് സെക്ഷൻസ്. അതേപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസ്, ലൈറ്റ് അധികം കിട്ടാത്ത റീജിയൻസിനെ നമ്മൾ ഷാഡോസ് എന്ന് പറയും. സോ നമ്മൾ വീഡിയോയിലൊക്കെ കിട്ടുന്നുണ്ടാവും, പല വീഡിയോകളിലും നമ്മൾ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയുടെ റിവ്യൂ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ഡൈനാമിക് റേഞ്ച് ചെക്ക് ചെയ്യുന്നതൊക്കെ കിട്ടുന്നുണ്ടാവും. സോ ഡൈനാമിക് റേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഷാഡോസും ഹൈലൈറ്റ്സും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ടൂളും വെച്ചിട്ട് ഫോട്ടോയ്ക്കകത്ത് ഭയങ്കര ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ക്ലിപ്പിംഗ് എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ പേര്. സോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുന്ന പോലെ അത്ര ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ചില ഫോട്ടോകളിൽ വല്ലാണ്ട് ഹൈലൈറ്റ്സ് കൂടിയിട്ട് ചില ഭാഗത്തെ ഡീറ്റെയിൽസ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗത്തെ ഷാഡോസ് ഭയങ്കര ലോ ആയിട്ട്, അതായത് ഡാർക്കായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഫോട്ടോനെ അങ്ങനെ ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ക്ലിപ്ഡ് ആയിട്ടുള്ള റീജിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ ക്ലിപ്പിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറയും. സോ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അതായത് ഒരു ഫോട്ടോയ്ക്കകത്ത് ആകാശവും അതുപോലെ വേറെ ഒരു സബ്ജക്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു ഫോട്ടോയിലെ ഒരു ഭൂരിഭാഗം, ഒരു 90% ഹൈലൈറ്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക നമ്മുടെ സ്കൈ, ആകാശത്തായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല പോർട്രേറ്റ് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഈ ആകാശമായിട്ടുള്ള റീജിയൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയൻസിൽ ചില പോർഷൻസ് ഈ ബ്രൈറ്റ്നസ് ഓവറായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടപ്പെട്ട് ക്ലിപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. സോ ഈ ഹൈലൈറ്റ്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈലൈറ്റ്സ് ഇത്രയും ഹൈ ആയിട്ടുള്ള റീജിയൻസ് നമ്മൾ ഹൈലൈറ്റ്സ് അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ്, ഒരു ഫോട്ടോയുടെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഷാഡോസും. അതായത് ഇപ്പോൾ ഷാഡോസ് നല്ല കൂടിയിട്ട്, അതല്ലെങ്കിൽ ഷാഡോസിൻ്റെ ആ ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസ് കാരണം ചില സ്ഥലത്തെ ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ അത് റിട്രീവ് ചെയ്യാനായിട്ട് നമ്മൾ ഷാഡോസ് ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി. സോ ഇതാണ് നമ്മുടെ ഷാഡോസും ഹൈലൈറ്റ്സും. ഇത്രയേ ഉള്ളൂ ഈ ഷാഡോസും ഹൈലൈറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷേ ഈ രണ്ട് സംഗതി കൊണ്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ എത്രത്തോളം ബെറ്റർ ആക്കി തരാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ നമുക്ക് എന്തായാലും ലൈറ്റ്റൂം മൊബൈലിലേക്ക് കിടക്കാം. സോ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയാണ് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അത്ര മോശമായിട്ടൊന്നും തോന്നില്ല. മോശമല്ല, നല്ലൊരു ഫോട്ടോ തന്നെയാണ്. ഒരു സ്കൈ ഉണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ഫോർഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, താഴത്ത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഷാഡോ റീജിയൻസും ഉണ്ടാവും. ഇതിനകത്ത് ക്ലിയർലി നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്സ് അപ്പിയർ ആവുന്നത് നമ്മുടെ സ്കൈനകത്താണ്. ഷാഡോസ് വരാൻ സാധ്യതയുള്ളത് ഈ ലോവർ ആയിട്ടുള്ള സെക്ഷനിലാണ് നമ്മുടെ ഷാഡോസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഈ ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ സബ്ജക്റ്റിൻ്റെ ഫേസ് കുറച്ച് ഡള്ളാണ്, കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കൈയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഡാറ്റ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ താഴത്തുള്ള ഷാഡോസ് കുറച്ചും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ 3 കാര്യങ്ങൾ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ് നമുക്ക് കുറച്ചും കൂടെ വിവിഡ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആക്കണം. സോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് പാനൽ എടുത്തിട്ട് എക്സ്പോഷർ കോൺട്രാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാണ്
സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ആ ടൂൾ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കോൺട്രാസ്റ്റും ഹൈലൈറ്റ്സും ഷാഡോസും ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കണം, കുറച്ച് വിവിഡ് ആക്കണം, വൈബ്രൻ്റ് ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഷാഡോസ് കൂട്ടുമ്പോൾ ഈ ഫേസിന് വരുന്ന ചേഞ്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഗൈസ്. ഞാനിപ്പോൾ ഷാഡോസ് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആ ഒരു റീജിയനിലെ ഡീറ്റെയിൽസ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കുക, ആ ഫേസ് എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ബിഫോറും ആഫ്റ്ററും ചെക്ക് ചെയ്യാണ്. അതായത് ബിഫോർ ആഫ്റ്ററും ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതായത് നമ്മൾ ഫോട്ടോയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബിഫോർ എഡിറ്റ്സ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. സോ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു. നമ്മൾ ഷാഡോസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോയിലെ ഫേസ്, അതായത് സബ്ജക്റ്റിൻ്റെ ഫേസ് എത്രത്തോളം വൈബ്രൻ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കാണുക. ഇതാണ് നമ്മുടെ ആഫ്റ്റർ ഷാഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫോട്ടോയിലെ സബ്ജക്റ്റിൻ്റെ ഫേസ് നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ വൈബ്രൻ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈലൈറ്റ്സ്, അതായത് നമ്മുടെ സ്കൈന്ന് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി നിങ്ങൾ സ്കൈൻ്റെ പോർഷൻ ശ്രദ്ധിക്കുക. ഞാൻ ഹൈലൈറ്റ്സ് കുറയ്ക്കുവാണ്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ബിഫോറും ആഫ്റ്റർ ഒന്നും കണ്ടു നോക്ക്. ഞാനിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ബിഫോർ വരും. ഇപ്പോൾ നിങ്ങൾ ബിഫോർ ഇമേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ആഫ്റ്റർ ആക്കുമ്പോൾ ആ സ്കൈയിൽ വന്നിട്ടുള്ള ചേഞ്ച് നിങ്ങളൊന്ന് കാണുക. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഷാഡോസ് കൂട്ടിയപ്പോൾ നമ്മുടെ ഈ ബോട്ടം സെക്ഷനിലെ, അതായത് ഈ ഫോട്ടോയിലെ ലോവർ സെക്ഷനിലെ കുറച്ച് ഏരിയാസൊക്കെ വാഷ്ഡ് ഔട്ട് ആയി പോകാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ ഷാഡോസ് കൂട്ടുമ്പോൾ വാഷ്ഡ് ഔട്ട് ആയി പോയിട്ടുള്ള ഏരിയാസൊക്കെ നമ്മൾ പഴയ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് നമുക്ക് കിട്ടാൻ, ആ നോയ്സൊക്കെ ഒന്ന് പോയി കിട്ടാൻ നമ്മൾ ഏറ്റവും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക്സ് ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ബ്ലാക്ക്സ് റെഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ലോവർ സെക്ഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതായിരുന്നു നമ്മുടെ ബിഫോർ ആഫ്റ്റർ. നമ്മുടെ ആ പോയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈലൈറ്റ്സ് റെഡ്യൂസ് ചെയ്തപ്പോൾ ഈ സ്കൈയിൻ്റെ ബ്രൈറ്റ്നസ് ഒന്നുകൂടെ കുറഞ്ഞു, പക്ഷേ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ കിട്ടി. പക്ഷേ ആ ഒരു സ്കൈയിൻ്റെ ആ ഒരു ആംബിയൻസ് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴോ ഉണ്ടായിട്ടുള്ള ഫോട്ടോവിനകത്ത് ഉണ്ടായിട്ടുള്ള ഡിഫോർമേഷൻസ് അല്ലെങ്കിൽ നോയ്സ് കയറി വരിക, ഡീറ്റെയിൽസ് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാഡോസിൻ്റെ കാര്യത്തിൽ നമ്മൾ ബ്ലാക്ക്സ് അഡ്ജസ്റ്റ് ചെയ്തു. ഹൈലൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരെ വൈറ്റ്സ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റൻ ആക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൈറ്റ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഇനഫ്. ഇനി നിങ്ങൾ നമ്മുടെ ഫോട്ടോൻ്റെ ബിഫോറും ആഫ്റ്ററും മാത്രം ഒന്ന് കാണാം. ഞാനിപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ബിഫോർ നമ്മുടെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ട് ലോവർ സെക്ഷനിലൊന്നും അധികം ഡീറ്റെയിൽസ് ഇല്ലാതെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ഈ ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ കളർ കറക്ഷനിലേക്കൊക്കെ പോവുക. സോ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതായത് ജസ്റ്റ് നമ്മുടെ ഹൈലൈറ്റ്സും ഷാഡോസും വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് ചെയ്യാൻ പറ്റി. സോ ഈ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് നോക്കുക. ഫോട്ടോ ഭയങ്കര ഡള്ളാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൺസെറ്റിൻ്റെ ആംബിയൻസിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. സോ എനിക്ക് ഈ ഫോട്ടോനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഡോസിൻ്റെ റീജിയൻ, അതായത് ആ ഒരു സെക്കൻഡ് ഹാഫ്, ബോട്ടം ഹാഫ് കുറച്ചും കൂടെ ഒന്ന് വിവിഡ് ആക്കാം. ഡീറ്റെയിൽസ് കുറച്ചും കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്കൈയിൽ നിന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഷാഡോസും ഹൈലൈറ്റ്സും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. പിന്നെ വേറൊരു ടൂളുണ്ട്. ഈ ഒരു ടൂളിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ടോൺ കർവ്സ്. അത് ലൈറ്റ് റൂം എഡിറ്റിംഗ് സീരീസിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സീരീസിൽ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ടോൺ കർവ്സ് ഒന്നും കൂടെ നോക്കാം. സോ ഇത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോൻ്റെ ലുക്കും ഫീലും ഞാൻ മാറ്റി കാണിച്ചു തരാം. സോ ആദ്യം തന്നെ എനിക്ക് വേണ്ടത്, അതായത് ഈ ഷാഡോസ് റീജിയൻസ് ഒന്ന് വീടാക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഷാഡോസ് കുറച്ചൊന്ന് കൂട്ടി. സോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഫേസും അതുപോലെ ഷാഡോസൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ ഷാഡോസ് കൂട്ടുമ്പോൾ എന്തായാലും ഇപ്പോൾ ഈ അതായത് ഡീറ്റെയിൽസ് ഇല്ലാത്ത ഭാഗങ്ങളിൽ നോയ്സൊക്കെ കയറി വന്നിട്ടുണ്ടാവും. സോ അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലാക്ക്സ് ഒന്ന് കുറയ്ക്കുക. സോ ഇപ്പോൾ ആ ഒരു കാര്യം പോയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ ബ്ലാക്ക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് ഒരു ഫോട്ടോയ്ക്കകത്ത് എവിടേക്കാണ് ഇത് ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളത് നമുക്ക് 2 ഫിംഗർ വെച്ചിട്ട് നോക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ബ്ലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറിൽ 2 ഫിംഗർ വെച്ച് ടാപ്പ് ചെയ്തിട്ട് ഒരു ഫിംഗർ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്കകത്ത് എവിടേക്കാണ് ഈ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. സോ ഓക്കെ, ഇപ്പോൾ ഇത്രയും മതി. നമുക്ക് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ഇത്ര ചെയ്യാനുള്ളൂ. ഷാഡോസും വൈറ്റ്സും വെച്ചിട്ട് ബ്ലാക്സും വെച്ചിട്ട് ഇത്രയും ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഹൈലൈറ്റ്സിലോട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്കൈ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ ഹൈലൈറ്റ്സ് കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടെ സൺസെറ്റിൻ്റെ ഫീൽ വരുന്നു നോക്കും. അതായത് ആ ഓറഞ്ച് കളർ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ ഹൈലൈറ്റ്സ് കുറയ്ക്കാൻ പോവാണ്. ഹൈലൈറ്റ്സ് ഇപ്പോൾ ഞാൻ ഒരു -72-71 റേഞ്ചിലാണ് ഇടുന്നത്. നിങ്ങൾ 80 റേഞ്ചിലിടാം. ഇനി ജസ്റ്റ് നിങ്ങൾ ബിഫോർ ഇമേജ് ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു ഓറഞ്ച് ടോൺ നമ്മുടെ സ്കൈക്കകത്ത് കയറി വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക.
ഓക്കെ. ഇപ്പോൾ പക്ഷേ ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ചില ഭാഗങ്ങളുടെ ബ്രൈറ്റ്നസ് പറയാൻ സാധ്യതയുണ്ട്. സോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് വൈറ്റ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഫോട്ടോ കുറച്ചുകൂടെ ഒരു വൈബ്രൻറ്റ് ഫീലിൽ നിൽക്കും. സോ ഇതൊരു സൺസെറ്റിൻ്റെ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പക്ഷേ ഈ ഫോട്ടോയ്ക്കകത്ത് ആ ഒരു കളേഴ്സും കാര്യങ്ങളും സൺസെറ്റിന് മാച്ച് ആവുന്നില്ല. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ടൂളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യും. സോ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് ഈ കർവ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് സൺസെറ്റിൻ്റെ ആംബിയൻസ് വരുത്താൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് താഴത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോൻ്റെ ലുക്കും ഫീലേ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോ നോക്കുക. അതായത് ബിഫോർ ഫോട്ടോ എങ്ങനെയായിരുന്നു, ഭയങ്കര ഡാർക്കും ഡല്ലൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ആഫ്റ്റർ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാങ്ക്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്സിൻ്റെയും അതുപോലെ ഷാഡോസിൻ്റെയൊക്കെ പവർ. പിന്നെ ഈ കേർവ്സ് ടൂളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും. സോ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു രണ്ട് ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തതിന് തന്നെ ഈ ഷാഡോസും ഹൈലൈറ്റ്സും എത്രത്തോളം എഫക്റ്റീവായിട്ടൊരു ഫോട്ടോ എഡിറ്റിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കണ്ടു. അതായത് ഡള്ളായിരിക്കുന്ന ഫോട്ടോനെ ഒന്ന് വൈബ്രൻ്റ് ആക്കാനും അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നമുക്ക് പോയ ഡീറ്റെയിൽസിനെ റിട്രീവ് ചെയ്യാനും അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഷാഡോസ് കൊണ്ടും ഹൈലൈറ്റ്സ് കൊണ്ടും പറ്റും. സോ അത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റീജിയനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഞാൻ ലൈറ്റ് റൂം മൊബൈലിനകത്ത് നോക്കിയപ്പോൾ അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്കത് തോന്നിയില്ല. പക്ഷേ ലൈറ്റ് റൂം PC-ക്കകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് കാണാനും ചെയ്യാനൊക്കെ പറ്റും. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് ലൈറ്റ് റൂം PC-ക്കകത്ത് നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്കത് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ സൗണ്ട് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് മിക്കവാറും ഈ ഒരു കോൾഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല വീഡിയോ ഈ സീരീസ് നല്ല മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് നിങ്ങൾ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. സോ അത്രയൊക്കെയാണ് പറയാനുള്ളൂ. ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.